മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ആന ചരിഞ്ഞതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. ആനയുടെ കാലിനാണ് പരിക്കേറ്റത്. ഇന്നലെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം മറവ് ചെയ്യും. കൊമ്പുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. മലപ്പുറം നിലമ്പൂരിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സംശയങ്ങൾക്ക് വകയില്ല എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു വേട്ട അല്ലെങ്കിൽ ഒരു ആനവേട്ട ആരോപിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളതും കൂടിയുണ്ട്. കൊമ്പുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതും കൂടിയാണ്. അതുകൊണ്ട് സാധ്യതകൾ ഒരു വേട്ടയ്ക്കുള്ള സാധ്യതകൾ കുറവാണ്. ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ആന ചരിഞ്ഞതെന്നാണ് വനം വകുപ്പിൻ്റെ ശക്തമായൊരു നിഗമനമുള്ളത്. ആനയുടെ കാലിനാണ് സാരമായി പരിക്കേറ്റത്. ഈ ഒരു പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതും കൂടിയുള്ള നിഗമനങ്ങളിലേക്കും വനം വകുപ്പ് എത്തുന്നു. ഇന്നലെയാണ് ഈ ജഡം കണ്ടെത്തിയത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിരുന്നു കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം മറവ് ചെയ്യുന്ന നടപടികളും സ്വീകരിക്കും. കൊമ്പുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതും കൂടിയാണ്. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ആന ചരിഞ്ഞതെന്നാണ് വനം വകുപ്പിൻ്റെ നിഗമനം. ആനയുടെ കാലിനാണ് പരിക്കേറ്റത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇന്നലെയോടെയാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും. കൂടുതൽ നടപടികൾ ശേഷം ജഡം മറവ് ചെയ്യും. കൊമ്പുകൾ അടക്കമുള്ളതിൽ കൂടുതൽ തീരുമാനങ്ങളൊക്കെ വനം വകുപ്പ് സ്വാഭാവികമായും തീരുമാനിക്കാറുണ്ട്. കൊമ്പുകൾ നഷ്ടപ്പെടാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ എത്തരത്തിലായിരിക്കും എന്നുള്ളതൊക്കെ പിന്നീട് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം മറവ് ചെയ്യും.